നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ വിവാദ പരാമർശവുമായി പി ചിത്തരഞ്ജൻ MLA. രണ്ട് കൈവില്ലാത്ത ഒരാള് ചന്തയിൽ ഒരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഈ പരാമർശം ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനെല്ലാം സ്പീക്കർ കുടപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും VD സതീശൻ വിമർശിച്ചു. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ആണ് പി ചിത്തരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. രണ്ട് കൈയും ഇല്ലാത്ത ആളുകൾ വേണ്ടാത്തടത്ത് ഉറുമ്പ് കയറിയാൽ എന്തു ചെയ്യും എന്നതുപോലെയാണ് എന്നൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി. ഇതെല്ലാം ഈ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പീക്കർ അതിലെല്ലാം കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു. തെറ്റായ പരാമർശമാണ് നടത്തിയത്. PV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോ ഒന്നിനു പിറകെ ഒന്നായി ഇത്തരം പരാമർശങ്ങളൊക്കെ നിയമസഭയിൽ ഉയരുമ്പോൾ നമ്മളൊക്കെ കുറെ കാലമായി നിയമസഭ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും പതിവില്ലാത്തതാണ്. അവിടെ ഇന്നലെ 8:45 അട്ടിവെച്ചതായിരുന്നു. ഇന്നാവുമ്പോൾ രണ്ട് കൈയും ഇല്ലാത്ത ആളെ കുറിച്ചായി. പ്രതിപക്ഷമാണെങ്കിൽ അതൊക്കെ ഏറ്റെടുക്കുന്നുമുണ്ട്. എന്താണ് ഇന്നത്തെ വിവരങ്ങൾ? ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉയരക്കുറവുള്ള ആളുകളെ അധിക്ഷേപിച്ചത്, അപമാനിച്ചത്. ഇന്ന് ആ റോൾ ഏറ്റെടുത്തത് ആലപ്പുഴ MLA പി ചിത്തരഞ്ജനാണ്. അതൊരു അധിക്ഷേപം മാത്രമല്ല, അസഭ്യ പരാമർശമായി കൂടിയാണ് കാണേണ്ടത്. നമുക്ക് ആവർത്തിച്ചത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരാമർശം. അവിടെ ഒരു ഭിന്നശേഷിക്കാരെ അപമാനിക്കലുണ്ട്, അപഹസിക്കലുണ്ട്. അവരുടെ ദയനീയ അവസ്ഥയെ കളിയാക്കൽ കൂടിയുണ്ട്. ഈ ആലപ്പുഴ MLA CPM നേതാവിന്, CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണ് പി ചിത്തരഞ്ജന്റെ ഈ പരാമർശത്തിൽ ഭിന്നശേഷിക്കാരുടെ അവരുടെ ദയനീയ അവസ്ഥ, ദുരവസ്ഥ, അവരുടെ ആ ഗതികേടിനെ കൂടി പരിഹസിക്കുകയാണ് അയാൾ ചെയ്തത്. ഏതായാലും വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പരാമർശം സഭയ്ക്ക് പുറത്താണ് പ്രതിപക്ഷം അതിൽ പ്രതിഷേധം അറിയിച്ചതെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പരാമർശത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറന്റ്ലി ഏബിൾഡ് കോൺഗ്രസ് ആ വിഷയത്തിൽ പി ചിത്തരഞ്ജൻ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. തീർത്തും തെറ്റായ ഒരു പരാമർശം CPM MLAയുടെ CPM നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത് സ്പീക്കർ ഇത് കേട്ടിട്ടും എന്തുകൊണ്ട് കേട്ടിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ മറ്റു ചില പരാമർശങ്ങൾ പ്രതിപക്ഷം ഇന്നലെ ഉന്നയിച്ചതിനെയൊക്കെ ഭരണപക്ഷങ്ങൾ MP രാജ് അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷം പല അസഭ്യ പരാമർശങ്ങൾ നടത്തി, ഇവിടെ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നടത്തിയെന്ന ഒരു ആരോപണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ കേട്ടത് ഭരണപക്ഷ MLAയുടെ CPMന്റെ ആലപ്പുഴ MLAയുടെ തീർത്തും അധിക്ഷേപകരമായ വികലാംഗരെ, ഭിന്നശേഷിക്കാരെ തീർത്തും അപഹസിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് പി ചിത്തരഞ്ജന്റെ ഭാഗത്തുണ്ടായത്. അതിനെതിരെ പ്രതിഷേധം പ്രതിപക്ഷ സഭയിൽ അറിയിച്ചു കഴിഞ്ഞു. ഡിഫറന്റ്ലി ഏബിൾഡ് കോൺഗ്രസ് പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരി അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൊറ്റാമം വിമൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിമൽകുമാർ, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇത്തരം പരാമർശങ്ങളിന്മേലുള്ള പ്രതിഷേധം. ഇന്നിപ്പോ പി ചിത്തരഞ്ജൻ MLAയുടെ ഭാഗത്തു നിന്നാണ്. ഇതിനെ ഇത്ര ഗൗരവത്തോടെ നിങ്ങൾ കാണാനുള്ള ഒരു കാരണം എന്താണ്? ഇത് ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്നതല്ലേ? ഭിന്നശേഷിക്കാരുടെ പേരിൽ ഇങ്ങനെ മോശമായിട്ട് ഈ പ്രയോഗം പാടില്ലല്ലോ. അവിടെ രണ്ട് കൈയും ഇല്ലാത്ത ആളിങ്ങനെയാണ് വളരെ മോശമായിട്ടുള്ള പദമല്ലേ പ്രയോഗിച്ചിരിക്കുന്നത്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഒരു MLA, ഒരു ജനനേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ആ സംഭവം. അതിൽ ഞങ്ങൾ വളരെ ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട് ഇക്കാര്യത്തിൽ. നമ്മുടെ ഈ സാധാരണ ഭാഷയുടെ ഒരു പ്രത്യേകത, അതിൽ പലതും ഇക്കണ്ട കാലം ഉപയോഗിച്ചിരുന്ന പലതും ഇത്തരത്തിൽ ആരെയെങ്കിലും ഒക്കെ അപഹസിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയതാണ് നമ്മുടെ പല പ്രയോഗങ്ങളും, അല്ലേ? അത് ഇപ്പോഴാണ് നമുക്കൊരു ബോധ്യമൊക്കെ വന്നു തുടങ്ങിയത്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ബോധ്യമൊക്കെ വന്നു തുടങ്ങിയത്. എപ്പോഴും ഈ MM മണിയൊക്കെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലതും പറയുമ്പോൾ നമ്മളത് ഒരു വാക്പ്രയോഗം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള കാലത്ത് CPMന്റെ MLAമാർ എപ്പോഴും ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ സംസ്ഥാനം എന്ന അഭിമാനം കൊള്ളുന്ന ഒരു ഗവൺമെന്റ് നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇടപെടൽ പറയാനുള്ളത് പറഞ്ഞു, സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിലും നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ട്. അതായത് വികലാംഗർ എന്നുള്ള പദം പോലും, പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല. വികലാംഗർ എന്നുള്ള പദം പോലും അത് ഭിന്നശേഷി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ് മാഡം. അത് ഭിന്നശേഷി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ്.
അത് വികലാംഗരെന്നുള്ള പദം പോലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ വളരെ മോശമായിട്ട് നമ്മളൊരു മനുഷ്യരല്ലേ, നമ്മളും തുല്യരല്ലേ. അപ്പൊ നമ്മൾ അംഗവൈകല്യം സംഭവിച്ചു പോയി എന്നുള്ളതിന്റെ പേരില് ആ ഒരു ഭിന്നശേഷിക്കാർക്ക് ഒരു അവഗണന, ഒരു വിവേചനം പാടില്ലല്ലോ. എല്ലാ മനുഷ്യരും തുല്യരാണല്ലോ. അപ്പൊ ക്ഷമിക്കാനാവില്ല. ആവില്ല. അത് ശക്തമായി നിയമപരമായിട്ടുള്ള നടപടിയും കേസും എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ പലരും ആവർത്തിക്കും. വളരെ നന്ദി ശ്രീ വിമൽകുമാർ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരുന്നു പരാമർശമുണ്ടായിരുന്നത്. നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, 8 മുക്കാൽ അട്ടി വെച്ചതുപോലെ. അങ്ങനെ ഉയരമില്ലാത്ത ഒരാളാണ് ഇതിനെ ശ്രമിക്കുന്നതെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പല പ്രയോഗങ്ങളും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുർബലരായവരെ, അത് സ്ത്രീകളാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാരാവട്ടെ, ഭിന്നശേഷിയുള്ളവരാവട്ടെ, ആരെങ്കിലുമൊക്കെ ശരീരപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് പല നമ്മുടെ പ്രയോഗങ്ങളും. ആ തരത്തിൽ അതിനോടൊക്കെ എതിരെയുള്ള ഒരു ബോധ്യവും അല്ലെങ്കിൽ അത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന തിരിച്ചറിവുമുള്ള കാലത്തും ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ, ഇപ്പോൾ ഭിന്നശേഷി കോൺഗ്രസിന്റെ ഭിന്നശേഷി ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് പോലെ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം 2 കൈയും ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ അയാൾ ഈ ചൊല്ല് പറയുമോ? അതാണല്ലോ എപ്പോഴും ഒരു പരാമർശം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലയോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പരാമർശം നടത്തുമോ എന്നതാണ്. ആ രീതിയിൽ അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കും PP ചിത്തരഞ്ജന്റെ വാക്കും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 മുക്കാൽ അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? സാർ, ഈ 2 കൈയുമില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, അത്രയേ ഉള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുമോ? അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ഈ 2 പരാമർശങ്ങളും വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഉയരമില്ലാത്ത ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയില്ല. 2 കൈയുമില്ലാത്ത ഒരാൾ ഒരിക്കലും ഇങ്ങനൊരു വാക്പ്രയോഗവും നടത്തില്ല. സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ വിഭാഗക്കാരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഇനി നോക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇത് വലിയ വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. നജീബ് കാന്തപുരം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്ന ഒരു അവകാശവാദം പറയാൻ കഴിയില്ല. അത് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. നജീബ് കാന്തപുരത്തിനെയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അതിനെതിരെ വലിയ പ്രതിഷേധം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി. ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോഴും നജീബ് കാന്തപുരം ആ നിലപാട് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ അനുകൂലിച്ച് ചില കുട്ടികളുടെ പ്രതികരണങ്ങളും ഒക്കെ രംഗത്ത് വരുന്നുമുണ്ട്. ഏതായാലും നജീബ് കാന്തപുരം അത് ഏറ്റെടുക്കുമ്പോൾ ഇന്ന് ചിത്തരഞ്ജൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. ഒരുപക്ഷെ ജന്മനാ തന്നെ അത്തരത്തിൽ 2 കൈയും ഇല്ലാതെ എത്രയോ ആളുകൾ കേരളത്തിൽ ജനിക്കുന്നുണ്ട്. മറ്റ് അപകടങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളിലൂടെയോ ഒക്കെ 2 കൈയും ഇല്ലാതായിത്തീരുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. അവരെ കൂടി വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ, അവരെ മാനസികമായി കൂടി ബാധിക്കുന്ന തരത്തിൽ പരാമർശമാണ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ്